ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. മുചുകുന്ദമോക്ഷവും കാലയവനൻ എന്ന രാക്ഷസ രാജാവിൻ്റെ അന്ത്യവും. എല്ലാവർക്കും നമസ്കാരം. ഈ ശ്രീകൃഷ്ണ കഥകൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നു തന്നെ നമ്മുടെ എല്ലാവരുടെയും മുജ്ജന്മ സുഹൃതം കൊണ്ടാണ്. മുൻപേ കൊടുത്ത ശ്രീകൃഷ്ണ കഥകളും എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വ്യാസഭഗവാൻ പറയുന്നുണ്ട്, യഥാ ധേനു സഹസ്രേഷു വത്സോ വിന്ദതി മാതരം തഥാ പൂർവകൃതകർമ്മ കർത്താരമനുഗച്ഛതി. അതായത് 1000 പശുക്കളുണ്ടെങ്കിലും പശുക്കിടാവ് അതിൻ്റെ അമ്മയുടെ അകിട്ടിൽ നിന്ന് മാത്രമേ പാൽ കുടിക്കുന്നുള്ളൂ. അതുപോലെ ഓരോ വ്യക്തിയുടെയും പൂർവജന്മവാസനകൾ അടുത്ത ജന്മത്തിലും സ്വാധീനിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഗാഠനിദ്രയിൽ ആണ്ടവരെയാണ് സാധാരണയായി അയാൾ കുംഭകർണ സേവയിലാണെന്ന് പറയാറ്. എന്താണ് ഇതിനർത്ഥം? രാവണ സഹോദരനായ കുംഭകർണൻ കഠിന തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് കുംഭകർണനോട് ആവശ്യമുള്ള വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ആവശ്യപ്പെട്ടത് തനിക്ക് വർഷത്തിൽ 6 മാസം ഗാഠനിദ്ര കിട്ടണമെന്നായിരുന്നു. ബ്രഹ്മാവ് മന്ദസ്മിതത്തോടെ ആ വരം നൽകുകയും ചെയ്തു. നന്നായി ഉറങ്ങുക എന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. എന്നാൽ ഈ കലിയുഗത്തിൽ എല്ലാവർക്കും മതിമറന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുംഭകർണൻ വർഷത്തിൽ 6 മാസം മാത്രമേ ഇങ്ങനെ ഉറങ്ങുന്നുള്ളൂ. എന്നാൽ ലക്ഷങ്ങളോളം വർഷം ഗാഠനിദ്രയിൽ ആയിരുന്ന ഒരു രാജാവായിരുന്നു മുചുകുന്ദ മഹാരാജാവ്. ഈ മുചുകുന്ദ മഹാരാജാവ് ത്രേതായുഗത്തിൽ സൂര്യവംശത്തിൽ മാന്ധാതാവിൻ്റെ പുത്രനായി പിറന്ന രാജാവായിരുന്നു. അദ്ദേഹം വളരെ ധീരനും യുദ്ധതന്ത്രജ്ഞനും അതിശക്തനുമായിരുന്നു. ദേവാസുരന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ സാധാരണയായി ദേവേന്ദ്രൻ ഭൂമിയിലെ ശക്തരായ രാജാക്കന്മാരെ ദേവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു. സൂര്യവംശത്തിലെ തന്നെ ശ്രീരാമദേവൻ്റെ പിതാവായിരുന്ന ദശരഥ മഹാരാജാവും ദേവേന്ദ്രന് വേണ്ടി യുദ്ധം ചെയ്തിരുന്നു. ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലം അർജുനനും ദേവേന്ദ്രന് വേണ്ടി യുദ്ധം ചെയ്തിരുന്നു. ഒരിക്കൽ ദേവാസുരന്മാർ തമ്മിൽ ഘോരയുദ്ധം ഉണ്ടായപ്പോൾ മുചുകുന്ദ രാജാവിൻ്റെ സഹായം ദേവേന്ദ്രൻ ആവശ്യപ്പെട്ടു. യുദ്ധകാര്യത്തിനാണ് തന്നെ വിളിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ മുചുകുന്ദ രാജാവിന് അത്യന്തം ആഹ്ലാദമുണ്ടായി. കാരണം യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് വളരെ താല്പര്യമായിരുന്നു. ദേവേന്ദ്രൻ്റെ ക്ഷണമനുസരിച്ച് ദേവലോകത്തെത്തിയ മുചുകുന്ദ രാജാവും ദേവസൈന്യവും അസുരന്മാരോട് ഏറ്റുമുട്ടി. അസുരപ്പടയ്ക്ക് കനത്ത നാശം വരുത്തിക്കൊണ്ട് മുചുകുന്ദ മഹാരാജാവ് അഗ്നിയായി അസുരപ്പടയിൽ പടർന്നു. യുദ്ധം പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചെങ്കിലും യുദ്ധം വർഷങ്ങളോളം നീണ്ടു നിന്നു. ഉറക്കമില്ലാതെയും സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റാതെയും മുചുകുന്ദ രാജാവ് ദേവന്മാർക്ക് വേണ്ടി അക്ഷീണമായി പരിശ്രമിച്ചു. ഉറക്കക്കുറവും ആഹാരക്കുറവും കാരണം അദ്ദേഹം വളരെ ക്ഷീണിതനായി. ആ യുദ്ധത്തിൽ അനേകം അസുരന്മാർ യമലോകം പോയി. ശേഷിക്കുന്നവർ പ്രാണരക്ഷാർത്ഥം പാതാളത്തിൽ പോയി ഒളിച്ചു. ദേവേന്ദ്രൻ അത്യാഹ്ലാദത്തോടെ രാജാവിനെ ആലിംഗനം ചെയ്തു. ക്ഷീണിതനായ രാജാവ് ഭൂമിയിലേക്ക് മടങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. ദേവേന്ദ്രൻ പറഞ്ഞു, താങ്കളുടെ അതിസാഹസികമായ യുദ്ധം ദേവലോകത്തെ രക്ഷിച്ചു. ഇനി താങ്കൾക്ക് ഇഷ്ടമുള്ള വരം ചോദിക്കാം. മുചുകുന്ദ മഹാരാജാവ് പറഞ്ഞു, പ്രഭു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്.
ദീർഘകാലം നന്നായി ഉറങ്ങണം. ഉറക്കത്തിൽ ആരും എന്നെ ശല്യപ്പെടുത്തരുത്. മുചുകുന്ദൻ്റെ ഈ പ്രാർത്ഥന കേട്ട് ദേവേന്ദ്രനും മറ്റു ദേവന്മാരും അതിശയിച്ചു. രാജാവേ, താങ്കൾ വർഷങ്ങളോളം ദേവലോകത്താണ് ചിലവാക്കിയത്. ഭൂമിയിൽ ഇപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി. താങ്കളുടെ പത്നിയോ പുത്രന്മാരോ പുത്രികളോ മറ്റു ബന്ധുമിത്രാദികളോ ആരും തന്നെ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നില്ല. കാരണം മനുഷ്യൻ്റെ ഒരു വർഷം ദേവൻ്റെ ഒരു ദിവസമാണ്. ദേവേന്ദ്രൻ വീണ്ടും പറഞ്ഞു, താങ്കൾക്ക് സുഖഭോഗങ്ങളോടെ സുന്ദരിമാരോടൊത്ത് നിത്യയൗവനത്തോടെ ദീർഘകാലം ജീവിക്കാനുള്ള വരം തരാം. പക്ഷേ രാജാവ് മറുപടി നൽകി, ക്ഷമിക്കണം പ്രഭു, എനിക്കിത്തരം വരം വേണ്ട. ദീർഘകാലം സുഖമായി ഉറങ്ങാനുള്ള വരം മതി. ദേവേന്ദ്രൻ ഉടൻ തന്നെ ആ വരം നൽകി. കൂടാതെ ഒരു വരം കൂടി നൽകി. താങ്കളുടെ സുഖനിദ്രയ്ക്ക് ആരെങ്കിലും ഭംഗം വരുത്തിയാൽ അങ്ങയുടെ നേത്രാഗ്നിയിൽ നിദ്രാഭംഗം വരുത്തിയ വ്യക്തി ഭസ്മമാകും. ഇനി കാലേവനൻ എന്ന രാക്ഷസ രാജാവിൻ ആരായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ നാശം എങ്ങനെ സംഭവിച്ചുവെന്നും പരിശോധിക്കാം. സിന്ധു നദീതടത്തിലെ രാജാവായിരുന്നു കാലയവനൻ. കാലയവൻ ആ രാജ്യം ഭരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കാലയവനപുരി എന്നാണ് പേരുണ്ടായത്. അദ്ദേഹം അത്യാഗ്രഹിയും ക്രൂരനും ആയിരുന്നു. അദ്ദേഹം ജനങ്ങളെ കൊല്ലുക മാത്രമല്ല, അവരുടെ മാംസം അമൃത് പോലെ ഭക്ഷിക്കുന്നവനുമായിരുന്നു. ഈ കാലയവൻ അയൽ രാജ്യങ്ങൾ ഓരോന്നായി കീഴടക്കി തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തീർണം കൂട്ടിക്കൊണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫലഭൂയിഷ്ടമായ കാളിന്തിപുളിനവും മധുരയും ഗംഗാസമതലവും പിടിച്ചെടുക്കുക എന്നതായിരുന്നു. എന്നാൽ കംസൻ ഭരിക്കുന്ന മധുരയും ജരാസന്ധൻ ഭരിക്കുന്ന ഗംഗാസമതലവും പിടിച്ചെടുക്കുക എളുപ്പമല്ലെന്ന് കാലയവന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ശക്തി ആർജിക്കാനും തൻ്റെ ആഗ്രഹം സഫലമാക്കുവാനും വേണ്ടി കാലയവനൻ സാക്ഷാൽ മഹാദേവനെ തപസ് ചെയ്തു. കാലയവൻ്റെ വർഷങ്ങൾ നീണ്ട കഠിന തപസ്സിൽ പ്രീതിപ്പെട്ട് മഹാദേവൻ പ്രത്യക്ഷമായി ഇഷ്ടവരം ചോദിക്കാൻ കാലയവനോട് ആവശ്യപ്പെട്ടു. കാലയവനൻ ശിവപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഗംഗാസമതലവും കാളിന്തിപുളിനവും മധുരയും സ്വന്തമാക്കണം. യാദവന്മാർ എതിർത്താലും തനിക്ക് പരാജയം സംഭവിക്കരുത്. കാലയവൻ്റെ ആഗ്രഹം സഫലീകരിക്കുവാൻ ശിവഭഗവാൻ വരം നൽകി അപ്രത്യക്ഷമായി. മഹാദേവനിൽ നിന്നും വരം ലഭിച്ച കാലയവനൻ അഹങ്കാരിയായി തീർന്നു. ശിവഭഗവാനെ തപസ് ചെയ്ത് വരം പ്രാപ്തമാക്കിയ കാലയവനെ എല്ലാവരും ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തു. കാലയവനൻ തൻ്റെ സൈന്യാധിപന്മാരെ വിളിച്ചുകൂട്ടി ഭാവി പരിപാടി ആസൂത്രണം ചെയ്തു. യുദ്ധത്തിന് തയ്യാറാവാൻ രാജാവ് കൽപ്പിച്ചു. ആയുധങ്ങളെല്ലാം തയ്യാറാക്കൂ. ഉടൻ തന്നെ കാളിന്തി തീരത്തിലേക്ക് പോകണം. യാദവരുടെ അധീനതയുള്ള മധുരയും കാളിന്തി പുളിനവും നമ്മൾ സ്വന്തമാക്കാൻ പോകുന്നു. ഇത് കേട്ട സൈന്യ നായകന്മാരെല്ലാം സന്തോഷത്തിലായി. അയൽനാടുകൾ ആക്രമിക്കുക, അവിടെയുള്ള സ്വത്തുക്കളും രത്നങ്ങളും സ്വർണങ്ങളും സ്വന്തമാക്കാം. ഇതിനെല്ലാം ഉപരിയായി അവിടെയുള്ള സുന്ദരികളായ തരുണിമണികളെയും സ്വന്തമാക്കാം. രാജാവിന് മഹാദേവൻ്റെ വരലബ്ധിയുണ്ടല്ലോ, അതുകൊണ്ട് രാജാവിനെ ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. കാളിന്തിപുളിനവും മധുരവും ഗംഗാസമതലവും ഏകാന്തതയിൽ സ്വപ്നം കണ്ടിരുന്ന രാജാവിൻ്റെ മുൻപിൽ സാക്ഷാൽ നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ടു. യമന രാജാവ് മഹർഷിയെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. നാരദർ പറഞ്ഞു, രാജാവേ, കാളിന്തിപുളിനവും മധുരയും ഗംഗാസമതലവും സ്വന്തമാക്കാനുള്ള വരം മഹാദേവനിൽ നിന്നും ലഭിച്ച വിവരം എനിക്കറിയാം. താങ്കളുടെ കീർത്തി നാടെങ്ങും പരന്നിരിക്കുന്നു.